ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മൂവിയാണ് ഹായ് നാന. സ്പോയിലേഴ്സ് അഹെഡ് ആൻഡ് എൻജോയ്. നമ്മുടെ ഹീറോ വിരാജ് വെരി പ്രൊഫഷണൽ ആൻഡ് ഡിമാൻഡിങ് ഫോട്ടോഗ്രാഫർ. മഹിയും നാനയും പിന്നെ ഗ്രാൻഡ്പയും ഒരുമിച്ച് സന്തോഷത്തോടെ മുംബൈയിൽ താമസിക്കുന്നു. മകൾ മഹി പഠിക്കാൻ മിടുക്കിയ ഒരു സ്മാർട്ടായ കുട്ടി. എന്നും രാത്രിയിൽ നാന മഹിക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ പോലും നാന അമ്മയുടെ സ്റ്റോറി പറഞ്ഞിട്ടില്ല. മഹിക്കാണെങ്കിൽ അമ്മയുടെ സ്റ്റോറി അറിയണം. അപ്പോൾ നാന പറഞ്ഞു, നീ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നാൽ അപ്പോൾ പറഞ്ഞു തരാം. എന്നിട്ട് ബെഡ് ടൈം മെഡിക്കേഷൻസ് കൊടുത്തു. ഉറങ്ങുന്നതിന് മുമ്പ് ഓക്സിജൻ കണക്ട് ചെയ്തു. വളരെ ഹാർഡ് വർക്കിംഗ് ആയ മകളെ ഒത്തിരി സ്നേഹിക്കുന്ന നാന. അങ്ങനെ മഹി ക്ലാസ്സിൽ ഫസ്റ്റ് വന്നു. അമ്മയുടെ സ്റ്റോറി പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. പിന്നെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് നാന ഡോർ ക്ലോസ് ചെയ്തു. പിറ്റേ ദിവസം മഹിയെ കാണാനില്ല. സ്കൂളിലും വന്നിട്ടില്ല. മഹി പ്ലൂട്ടോയെയും കൂട്ടി വീട്ടിൽ നിന്ന് പോയി. മഹി പ്ലൂട്ടോയെയും കൊണ്ട് നടക്കുന്നത് കാണാം. പെട്ടെന്ന് പ്ലൂട്ടോ ഓടിപ്പോയി. പ്ലൂട്ടോയെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ഹീറോയിന്റെ എൻട്രി യഷ്ന. മഹി ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് ഓടിപ്പോയതെന്ന് യഷ്നയോട് പറഞ്ഞു. അതുപോലെ അവൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നും റൺ ചെയ്യാനും ജമ്പ് ചെയ്യാനും പാടില്ല എന്ന് യഷ്നയോട് പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നൊരു ട്രക്ക് അവരെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. യഷ്ന ഓടി വന്നു. ട്രക്ക് ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ മഹിയുടെ ആവശ്യപ്രകാരം യഷ്ന വിരാജിനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു. റെസ്റ്റോറൻറ്റിലെത്തിയ നാനയോട് യഷ്നയും മഹിയും കൂടി അമ്മയുടെ സ്റ്റോറി പറയാൻ കമ്പൽ ചെയ്തു. അപ്പോൾ നാന സ്റ്റോറി പറയാൻ തുടങ്ങി. ഒരിടത്തൊരിടത്തൊരു നാട്, കോണൂർ. ആ നാട്ടിൽ അവിടെ വെച്ച് ഞാൻ അവളെ ആദ്യമായിട്ട് കണ്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ പെട്ടെന്ന് മഹി സ്റ്റോപ്പ് വെച്ചിട്ട് ചോദിച്ചു, അമ്മയായിട്ട് ആരെയാ മനസ്സിൽ കാണേണ്ടത്? എന്നെ കണ്ടോളൂ, യഷ്ന പറഞ്ഞു. സ്റ്റോറി കണ്ടിന്യൂസ്. ഞാൻ എന്നും അവളുടെ ഫോട്ടോ എടുക്കും. ഒരു ദിവസം അവൾ അത് കൺഫ്രണ്ട് ചെയ്തു. എന്നിട്ട് ക്യാമറ മേടിച്ചു വെച്ചിട്ട് അവളും അവളുടെ ബ്രദറും നടന്നു പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവളോട് പറഞ്ഞു, മുംബൈയിൽ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറിൻ്റെ കീഴിൽ ജോബ് കിട്ടാൻ ഞാനൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണ്. അതിനാണ് ഫോട്ടോ എടുത്തത്. അവൾ ഫോട്ടോസ് ചെക്ക് ചെയ്തു. അവൾ അപ്പോളജൈസ് ചെയ്യാൻ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഐ ലവ് യു. അവൾ ശരിക്കും ഷോക്കായി. എന്നിട്ട് ക്യാമറ തിരിച്ചു മേടിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം അവൾ സ്റ്റുഡിയോയിൽ വന്നു. വർഷ പറഞ്ഞു അവൾക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലോ മാരേജ്, കിഡ്സ്, ഫാമിലി ഒന്നിലും വിശ്വാസമില്ല. അതിൻ്റെ റീസൺ അവളുടെ പേരൻസ് തമ്മിലുള്ള വഴക്കാണ് ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ഡിവോഴ്സ്. അവൾ അവിടെ 2 weeks ഉണ്ടായിരിക്കും. സോ ഫ്രണ്ട്സ് ആയിരിക്കാൻ അവൾ സമ്മതിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവളുടെ അറ്റാച്ച്മെൻറ്റ് സർക്കിൾ വളരെ ചെറുതായിരുന്നു. പക്ഷേ അതിൽ എനിക്കെങ്ങനെയോ എൻട്രി കിട്ടി. പക്ഷേ നമ്മുടെ പ്ലൂട്ടോയ്ക്ക് എൻട്രി ഇല്ലായിരുന്നു. അവൾക്ക് ഡോഗ്സിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പതിയെ പതിയെ പ്ലൂട്ടോയെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇവൻച്വലി അവൾ എന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പതിയെ അത് ലവ് ആയി. അത് അവളുടെ അമ്മ അറിഞ്ഞു. എൻ്റെ ലോ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് കാരണം അവളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായില്ല. എന്നിട്ടും വർഷം എന്നെ മാരേജ് ചെയ്യാൻ തയ്യാറായി. അവളും ഞാനും പിന്നെ പ്ലൂട്ടോയുമുള്ള ജീവിതം. അങ്ങനെ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് 3 years ആയി. ഞങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാകുകയായിരുന്നു. ഞങ്ങൾ സ്വന്തമായി മുംബൈയിൽ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. അവൾ സിംഗിങ് പ്രൊഫഷനായി ചെയ്തു. ഞങ്ങളൊരു വീട് വാങ്ങി. അങ്ങനെ ഞങ്ങൾക്കൊരു കുട്ടി വേണമെന്ന് എനിക്ക് തോന്നി. കുട്ടി വേണ്ട എന്ന അഭിപ്രായമായിരുന്നു വർഷയ്ക്ക്. അതിൻ്റെ പേരിൽ ഞങ്ങൾ ആദ്യമായി വഴക്കുണ്ടാക്കി. പക്ഷെ അത് ഒരു നിമിഷം പോലും നീണ്ടു നിന്നില്ല. ഞങ്ങളുടെ ഇടയിലെ ലവ് വലുതായിരുന്നു. നമുക്കുണ്ടാകുന്ന കുട്ടി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു. അതുകൊണ്ട് അവൾ എഗ്രി ചെയ്തു. അങ്ങനെ നീ എന്നെ നാന എന്ന് വിളിക്കാൻ തുടങ്ങി. വിരാജ് അവിടെ വെച്ച് സ്റ്റോറി സ്റ്റോപ്പ് ചെയ്തു. വർഷ ചോദിച്ചു, അവൾക്ക് എന്ത് പറ്റി? സിംഗിങ് അവളുടെ പാഷനായിരുന്നു. അവൾ അവളുടെ പാഷന് പിന്നാലെ പോയി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഹിയും അത് വിശ്വസിച്ചില്ല. എന്നാൽ ഇനി അച്ഛൻ്റെ സ്റ്റോറി പറയാം. അങ്ങനെ ആ ദിവസം വന്നു. കുഞ്ഞിന് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന ലങ് ഡിസീസാണ്. 3 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ട് വർഷം തകർന്നുപോയി. ഒരു കുട്ടിയുണ്ടായാൽ അത് ജീവിതത്തിലെ ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കുമെന്ന് അവൾ ചോദിച്ചു. പിന്നെ അവൾ എന്നോട് മിണ്ടിയിട്ടില്ല. 2 മാസമായി. എന്നിട്ടും മഹി ഇൻക്യുബേറ്ററിൽ തന്നെയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഓൺ ദ വേ വർഷ പറഞ്ഞു, നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, നമ്മുടെ മാരേജ് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ, മഹി നമുക്ക് പിറന്നില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് കേട്ടോണ്ടിരുന്ന മഹി പെട്ടെന്ന് ഓടി വന്ന് അവളുടെ നാനയെ കെട്ടിപ്പിടിച്ചു. ഇനി ഒന്നും പറയണ്ട, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. യഷ്ന കുട്ടിയെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ സമ്മതിച്ചില്ല. മഹി എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത്? അമ്മയായിട്ട് അവൾ നിന്നെയാണ് മനസ്സിൽ കണ്ടത്, അതുകൊണ്ടാണ്. യഷ്ന ചോദിച്ചു, പിന്നീട് എന്താണ് സംഭവിച്ചത്?
പെട്ടെന്ന് ഞങ്ങളുടെ കാർ ആക്സിഡൻ്റ് ആയി. തിരിച്ചു വീട്ടിൽ ചെന്ന നാന ലാപ്ടോപ്പ് തുറന്നു നോക്കി. അതിൽ യഷ്നയുടെ പിക്ചറാണ്. ശരിക്കും മഹിയുടെ അമ്മ യഷ്ന തന്നെയാണ്. ആക്സിഡന്റിന് ശേഷം അവളുടെ ഓർമ്മ പോയി. പോസ്റ്റ് ട്രോമാറ്റിക് അംനേഷ്യ. അവൾ ഇവനെ കണ്ടുമുട്ടിയതും മാരേജ്, എന്തിനാ അവളുടെ പേരൻസ് ഡിവോഴ്സ് ചെയ്തു പോലും ഓർമ്മയില്ല. അതുകൊണ്ട് യഷ്നയുടെ അമ്മ വിരാജിനോട് അവളെ കാണണ്ട എന്ന് പറഞ്ഞു. കാരണം ആക്സിഡന്റിന് മുമ്പ് യഷ്ന വിരാജിനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. അങ്ങനെ വിരാജും മഹിയും അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറാൻ തീരുമാനിച്ചു. ഇതിനുശേഷം വിരാജ് പ്ലൂട്ടോയോട് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും കാണിക്കുന്ന പ്ലൂട്ടോ യഷ്നയെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയതാണ്. പ്ലൂട്ടോ അവളെ തിരിച്ചറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ യഷ്ന മഹിയെ കാണാൻ ചെന്നു. അവൾക്ക് അവൻ്റെ ഓഫീസിൽ നിന്ന് അഡ്രസ്സ് കിട്ടി. വിരാജിന് യഷ്ന വീണ്ടും മഹിയെ കാണുന്നതിൽ താല്പര്യമില്ല. പക്ഷെ യഷ്ന മഹിയെയും കൂട്ടി ഒരു ഡിന്നർ പ്ലാൻ ചെയ്തു. അതുകൊണ്ട് വിരാജ് മഹിയെ സ്കൂളിൽ വിടാതെ ഗോവയിൽ ഒരു ഷൂട്ടിന് പോകാൻ തീരുമാനിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ ഗ്രാൻഡ്പ പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ അവിടെ മാരേജ് ആണ്. സത്യം അറിഞ്ഞാൽ മഹിക്കും യഷ്നയ്ക്കും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് വിരാജ് മഹിയെ യഷ്നയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു. യഷ്നയുടെ മാരേജ് കഴിയുന്നതുവരെ ഗോവയിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. യഷ്നയുടെ ഫിയാൻസെ അരവിന്ദ് സിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുകയാണ്. അയാൾ യഷ്നയെ ട്രീറ്റ് ചെയ്ത ന്യൂറോ സർജനാണ്. പക്ഷെ മഹി യഷ്നയെ അവൾ ഗോവയിലെത്തിയെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ യഷ്നയും ഗോവയിലെത്തി. വിരാജ് അവിടെ വെച്ച് യഷ്നയുടെ അനിയത്തിയെ കണ്ടു. വിരാജ് ചോദിച്ചു, യഷ്നയ്ക്ക് സംശയമൊന്നും തോന്നിയില്ലേ? അനിയത്തി പറഞ്ഞു, യഷ്നയെ മാറ്റി വർഷയാക്കിയില്ലേ? എന്നെ അനിയനാക്കി വെച്ചിരിക്കുകയല്ലേ? കോണൂർക്ക് വന്ന കാര്യം ചേച്ചിക്ക് അറിയില്ല. അച്ഛനും അമ്മയും വേർപിരിഞ്ഞ കാര്യവും അവൾക്കറിയില്ല. ഓൾ ദിസ് ഇയേഴ്സ് അച്ഛൻ്റെ കൂടെ US-ലാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ യഷ്ന നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് മഹിക്കൊപ്പം സ്പെൻഡ് ചെയ്തു. ഇവഞ്ച്വലി യഷ്ന അറിയാതെ വിരാജിനെ ലവ് ചെയ്യാൻ തുടങ്ങി. യഷ്ന ഗോവയ്ക്ക് പോയി എന്നറിഞ്ഞ അരവിന്ദ് വെഡ്ഡിംഗ് വെന്യൂ ഗോവയിലേക്ക് മാറ്റി. വിരാജ് മഹിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ലങ് ട്രാൻസ്പ്ലാന്റ് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ടെന്ന് ഒരു കോൾ വിരാജിന് കിട്ടി. അപ്പോൾ അവിടെ വന്ന യഷ്ന പറഞ്ഞു, ഇതിൻ്റെ സ്റ്റോറിയിലെ വർഷം ഞാനാണെന്ന് എനിക്ക് തോന്നുവാണ്. എനിക്ക് മഹിയെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഡു യു ലൈക്ക് മീ? അപ്പോൾ പെട്ടെന്ന് അത് ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് അരവിന്ദിൻ്റെ ബ്രദർ അവിടെ എത്തി. അവളെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അരവിന്ദ് അവളോട് പറഞ്ഞു വെഡ്ഡിംഗ് ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്നു. യഷ്ന അവളുടെ ഫാദറിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഐ റിയലി നീഡ് യു. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. പേര് വിരാജ്. അങ്ങനെ വെഡ്ഡിംഗ് ഡേ എത്തി. മഹി വിരാജ് അറിയാതെ രാവിലെ യഷ്നയെ കാണാൻ പോയി. വിരാജും ഫ്രണ്ടും അവളെ അന്വേഷിച്ചു പോയി. ഇത് അരവിന്ദിൻ്റെ ബ്രദറും ഫ്രണ്ട്സും കണ്ടു. മഹിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അരവിന്ദിൻ്റെ ബ്രദറും ഫ്രണ്ട്സും കൂടെ വിരാജിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവനെ അടിച്ച് അവശനാക്കി. പിന്നെ അവിടെ അരവിന്ദ് എത്തി അത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അരവിന്ദ് വിരാജിനോട് പറഞ്ഞു, ഒരിക്കൽ നീ കാരണം യഷ്ന സഫർ ചെയ്തു. ഇനി അത് പാടില്ല. സോ യു മേ ലീവ്. അതിനിടയിൽ യഷ്നയെ കാണാൻ തുടങ്ങിയ മഹിയെ അമ്മ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് മഹിയുടെ മുന്നിൽ വെച്ച് യഷ്നയാണ് മഹിയുടെ അമ്മ എന്ന് പറഞ്ഞു. നീ നിന്റെ അമ്മയെ മറക്കണമെന്ന് പറഞ്ഞു. മഹി എല്ലാം അറിഞ്ഞ കാര്യം വിരാജ് മനസ്സിലാക്കി. അപ്പോൾ പ്ലൂട്ടോയെ ഫോളോ ചെയ്ത് യഷ്നയെ അവിടെ എത്തി. പക്ഷെ തൻ്റെ അമ്മ യഷ്നയാണെന്ന് മഹി അവളോട് പറഞ്ഞില്ല. തിരിച്ചു പോകുന്നതിന് മുമ്പ് വിരാജ് സത്യമെല്ലാം പറഞ്ഞതിന് യഷ്നയുടെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഇത് അരവിന്ദ് കണ്ടു. പിന്നെ യഷ്ന കരയുന്നതും അരവിന്ദ് നിരീക്ഷിച്ചു. പോകുന്ന വഴിക്ക് മഹി ഫെയിൻറ്റഡായി. അവർ അവളെ പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ ഗ്രാൻഡ്പായും എത്തി. അന്ന് തന്നെയാണ് വെഡ്ഡിംഗ് നൈറ്റ്. ഗ്രാൻഡ്പ അവിടെ ചെന്ന് യഷ്നയോട് സംസാരിച്ചു. യഷ്ന ചോദിച്ചു, ഇപ്പോഴാണോ അച്ഛൻ വരുന്നത്? അപ്പോൾ ശരിക്കും മഹിയുടെ ഗ്രാൻഡ്പ യഷ്നയുടെ ഫാദറാണ്. ഗ്രാൻഡ്പ മഹി ഹോസ്പിറ്റലാണ് എന്ന് അവളെ അറിയിച്ചു. വർഷ ചെയ്തതുപോലെ അവളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അവളുടെ പ്രണയത്തിനായി പോരാടാൻ അവളോട് പറഞ്ഞു. വിരാജ് കാരണം വർഷ കഷ്ടപ്പെട്ടുവെന്ന് അരവിന്ദ് വാദിച്ചു. വിരാജും വളരെയധികം കഷ്ടപ്പെട്ടുവെന്ന് യഷ്ന തിരിച്ചു പറഞ്ഞു. വർഷ ഒരിക്കലും ഡിവോഴ്സ് ആവശ്യപ്പെട്ടില്ല എന്ന് യഷ്ന പറഞ്ഞു. വിരാജിന്റെ അടുത്തേക്ക് പോകാൻ അരവിന്ദ് യഷ്നയ്ക്ക് സമ്മതം കൊടുത്തു. യഷ്ന ഡിവോഴ്സ് ആവശ്യപ്പെട്ടു എന്ന് അമ്മ വിരാജിനോട് കള്ളം പറഞ്ഞതാണെന്ന് അരവിന്ദിന് മനസ്സിലായി. യഷ്നയുടെ അച്ഛൻ പറഞ്ഞു, അന്ന് ആക്സിഡന്റ് ഉണ്ടായ ദിവസം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാനിപ്പോൾ കൂടെ നിൽക്കേണ്ടത് ഓർമ്മ പോയ മകളേക്കാൾ എൻ്റെ മകളുടെ ഓർമ്മകളുമായി ജീവിക്കുന്ന വിരാജിനും എൻ്റെ കൊച്ചുമോൾക്കും ഒപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരോടൊപ്പം കഴിഞ്ഞത്. അവൻ അവളിൽ നിന്ന് ഒത്തിരി മാറി നിന്നിട്ടും ഓർമ്മകൾ നഷ്ടപ്പെട്ട ശേഷവും യഷ്ന വിരാജുമായി 2ാം തവണ പ്രണയത്തിലായെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. അങ്ങനെ യഷ്ന ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തിയ അരവിന്ദിൻ്റെ ബ്രദർ മഹിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് ആണെന്നും എത്രയും പെട്ടെന്ന് ഒരു സർജറി ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കി. അത് അരവിന്ദിനോട് പറഞ്ഞു.
അരവിന്ദും ബ്രദറും അവരുടെ ഫ്രണ്ട്സും ടോപ്പ് സർജൻസും ഫിസിഷ്യൻസും ആണെന്ന് അവിടുത്തെ ഡോക്ടറോട് അവർ പറഞ്ഞു. വളരെ റിസ്ക് ഉണ്ടായിട്ടും അവർ സർജറി ചെയ്യാൻ തയ്യാറായി. അങ്ങനെ അവർ ലങ് ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തു. പിന്നെ കാണിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മഹി വലുതായി അവരുടെ അമ്മയെപ്പോലെ ഒരു സിംഗറായി മാറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ഹായ് നാന. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ മൂവിയിലെ സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് ഈ മൂവി സീൻ ഓർമ്മ വന്നു. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല, നായിക നായകനും തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ? നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. ഒരാൾക്ക് മതി അമ്ലേഷ്യം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ ഗൈസ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.